വിശ്വരംഗത്തിൻ്റെ നീലാംബരത്തിൽ താരാട്ടുപാട്ട് കേട്ടു മയങ്ങുന്ന ഇന്ദുകല. ഇരുൾ വഴിയിൽ ദിശയറിയാതെ നിന്നവർക്ക് പ്രതീക്ഷയുടെ നാട്ടുവെട്ടമേകുന്ന തിരുപ്പിറവിയാണിത്. അഭിവൃദ്ധിയുടെ നാളുകളിൽ നിത്യപൗർണമിയായി നിലയ്ക്കാത്ത നിലാവെളിച്ചമായി ഇത് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ. തിരുവനന്തപുരം ചേങ്കോട്ടുകോണം സംഗീത് നഗറിലെ ഈ വീട്ടിലേക്കുള്ള നടപ്പാത ചെന്നെത്തുന്നത് ഒരു സ്ഥിരം വേദിയിലേക്കാണ്. ഇന്ദു സുനിൽ ദമ്പതിമാരുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഈ കലാവേദി. ആലപ്പുഴ ഹരിപ്പാടിനടുത്ത് എരിക്കാവ് സ്വദേശിയായ സുനിൽ സംഗീതരംഗത്ത് എരിക്കാവ് എൻ സുനിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൃഷ്ണപ്പ ഭാഗവതർ, MS രാജു, മാവേലിക്കര വേലുക്കുട്ടി നായർ എന്നിവരുടെ കീഴിൽ മൃദംഗം അഭ്യസിച്ച് ആകാശവാണിയുടെ A ഗ്രേഡ് മൃദംഗ വിദ്വാനായ സുനിൽ തിരുവനന്തപുരത്തിൻ്റെ ഭാഗമാവുന്നത് കോളേജ് പഠനകാലത്താണ്. എഞ്ചിനീയറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചപ്പോഴും കർമ്മരംഗത്തിന് വേദിയായത് തലസ്ഥാന നഗരം തന്നെ. കോട്ടയം ചിറക്കടവ് സ്വദേശിയും ടെക്നോ പാർക്കിലെ ഉദ്യോഗസ്ഥയും അക്ഷരശ്ലോക കലാകാരിയുമായ ഇന്ദുമോൾ സുനിലിൻ്റെ കുടുംബജീവിതത്തിനും കലാജീവിതത്തിനും പങ്കാളിയായി. ഇവരുടെ ഹൃദയതാളപ്പൊരുത്തത്തിൻ്റെ സന്തതിയാണ് ഇന്ദീവരം. ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പെർഫോമിംഗ് പ്ലാറ്റ്ഫോം, പ്രധാനമായിട്ടും ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയ നൃത്തം, സാഹിത്യം, കേരളീയ കലകൾ, ഇവയ്ക്ക് ഒരു യങ് ടാലൻസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രാഥമികമായും ഇന്ദീവരം അതിന് ഊന്നൽ നൽകിക്കൊണ്ട് രൂപീകരിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നോളജ് ഷെയറിംഗ് ആക്ടിവിറ്റീസ്, വർക്ക്ഷോപ്സ്, ലെക്ചർ ഡെമോൺസ്ട്രേഷൻ, സെമിനാർ, അങ്ങനെ നിരവധി, അതേപോലെ തന്നെ ട്രെയിനിങ്, നേരത്തെ പറഞ്ഞ പോലെ ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഭാഗമായിട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഡിഫറെൻറ്റ് ടാലൻറ്റ് ഷോസ്, ഇതെല്ലാം ഇന്ദീവരത്തിൻ്റെ ഒരു ഉദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ടെക്നോ പാർക്കിലെ ബഹുരാഷ്ട്ര കമ്പനിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കെ കരിയറിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന വേളയിൽ ജോലി രാജിവെച്ച് മുഴുവൻ സമയ കലാപ്രവർത്തനത്തിലേക്ക് മുഴുകാൻ സുനിലിന് ബലമായത് ഇന്ദുമോളുടെ പ്രോത്സാഹനമാണ്. ഭാവിയിൽ ഇതൊരു ട്രെയിനിങ് സെൻ്ററായിട്ടും ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഫോർ ആർട്സ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻ ആർട്സ്, എല്ലാ കലാരൂപങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇന്ദീവരത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക, അതേപോലെ തന്നെ ഫിനാൻഷ്യലി ബേർഡൻ ഉള്ള ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക, അതേപോലെ സ്കോളർഷിപ്സ്, പിന്നെ അതേപോലെ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക, അതേപോലെയുള്ള നിരവധി ആക്ടിവിറ്റീസ് നമ്മളുടെ പ്ലാനിൽ ഉണ്ട്. ഇന്ദുവിൻ്റെയും സുനിലിൻ്റെയും കലാപ്രയത്നങ്ങൾക്ക് പിന്തുണയേകാൻ ഏതാനും സൗഹൃദ ഹൃദയങ്ങൾ തയ്യാറായതോടെ ടീം ഇന്ദീവരം രൂപീകൃതമായി.
2018 നമ്മൾ ഇന്ത്യവരം കൺസീവ് ചെയ്യുന്നത്. 8 പരിപാടികൾ നമ്മൾ പ്രീ ഇനാഗുറൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടത്തി. തുടർന്ന് നമ്മൾ 9ാമത്തെ പ്രോഗ്രാം സ്കെഡ്യൂൾ ചെയ്തതിന് ശേഷമാണ് കോവിഡ് എന്ന മഹാമാരി വരികയും നമ്മൾ പിന്നീട് എല്ലാം ഒന്ന് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു. അതേപോലെ തന്നെ ഇന്ത്യവരം രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ പ്രൈമറി ആയിട്ടും ഈ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച്, നമുക്കറിയാം തിരുവനന്തപുരം സിറ്റിയിലാണ് കൂടുതൽ കലാപരിപാടികൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കഴക്കൂട്ടത്തിന് ഒരു 10 കിലോമീറ്റർ റേഡിയസ് വരുന്ന സ്ഥലങ്ങളിൽ ഒരു കൾച്ചറൽ ഹബ്ബ് പോലെ ഇന്ത്യവരത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം നമുക്കുണ്ട്. ഒപ്പം തന്നെ കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ ടെക്നോ പാർക്ക് അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ടെക്നോ പാർക്കിനകത്തുള്ള ടാലൻസിനും ടെക്കി കിഡ്സിനും അവരുടെ കുട്ടികൾക്കുള്ള അവരുടെ ടാലൻറ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടും, അങ്ങനെ ടെക്നോ പാർക്കിനകത്തും പുറത്തും ഉള്ള നമ്മൾ ഈ കഴക്കൂട്ടം 10 കിലോമീറ്റർ റേഡിയസ് എന്ന് പറഞ്ഞെങ്കിലും നമുക്കങ്ങനെ ഫിസിക്കലി ജോഗ്രഫിക്കലി യാതൊരുവിധ ബൗണ്ടറിയും ഇല്ല. എല്ലാ സ്ഥലത്തു നിന്നുമുള്ള ആർട്ടിസ്റ്റുകളെ, സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും പ്രൊഫഷണൽസിനെയും അമച്ചേഴ്സിനെയും എല്ലാവരെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യവരത്തിൻ്റെ ഉദ്ദേശം. നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്ലൂസീവ്നെസ് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രീ ഇനാഗുറൽ ഫെസ്റ്റിവൽ സീരീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ്ലി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ടാലൻറ്റ് ഷോ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രധാന ഉദ്ഘാടനം നവംബർ 30 ഉദ്ഘാടന ചടങ്ങിലും മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകളോടൊപ്പം തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും നമ്മൾ വാക്കുകളിൽ മാത്രമല്ല ഇൻക്ലൂസീവ്നെസ്, പ്രവൃത്തിയിലും ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ടും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. കളിക്ക് മുൻപ് കേളികൊട്ടുപോലെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് മുൻപേ നിരവധി മാസപരിപാടികൾ ഇന്ത്യവരം നടത്തിയിരുന്നു. അതിനെല്ലാം വേദിയായത് സുനിലിൻ്റെയും ഇന്ദുവിൻ്റെയും വീടിൻ്റെ നടുത്തളമാണ്. ഇവിടുത്തെ കലാവിരുന്നിൻ്റെ ആതിഥ്യം ആസ്വദിക്കാൻ വിദേശികളായ കലാസ്നേഹികൾ വരെ എത്തിയിരുന്നു. ഇന്ത്യവരത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും സത്യസന്ധതയും തിരിച്ചറിഞ്ഞതോടെ മാധ്യമങ്ങളും ഈ കലാമന്ദിരത്തിന് പ്രോത്സാഹനമേകി. പ്രീ ഇനാഗുറൽ സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യവരത്തിൽ നമ്മൾ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 8 പരിപാടികളാണ് നടത്തിയത്. നമ്മൾ തുടങ്ങിയത് ശാസ്ത്രീയ സംഗീത കച്ചേരിയിലാണ്. അതിനുശേഷം നമ്മൾ അക്ഷരശ്ലോകം നടത്തി. പിന്നീട് നമ്മൾ ഹിന്ദുസ്ഥാനി കച്ചേരി, ജുഗൽബന്ദി നടത്തുകയുണ്ടായി. വയലിൻ കച്ചേരി, വീണ കച്ചേരി, കഥകളിപ്പദ കച്ചേരി, ചാക്യാർ കൂത്ത്. പിന്നീട് നമ്മൾ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ എംപവർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പരിപാടി നടത്തുകയുണ്ടായി.
കോവിഡ് കാലഘട്ടത്തിൻ്റെ അടച്ചുപൂട്ടലിൽ ഇന്ദീവരത്തിൻ്റെ പരിപാടികൾ നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും സുനിലിൻ്റെ കലാപ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. മൃദംഗവാദനത്തെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും സുനിലിൻ്റെ തൂലികയിൽ നിന്നും പിറവിയെടുത്തു. തുടർന്ന് കേരള കലാമണ്ഡലത്തിൽ മൃദംഗ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചു. കാലം തനിക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ഇന്ദീവരം എന്ന സ്വപ്നം ഒരു കെടാവിളക്കായി സുനിലിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. ഇന്ദീവരത്തിന് ഒരു സ്ഥിരം വേദിയെന്ന ആശയം പൂർത്തീകരിക്കാൻ സുനിലിനും ഇന്ദുവിനും സാധിച്ചു. വീടിന്റെ പിൻവശത്തെ മുറ്റത്ത് ഒരു വേദി ഉയർന്നു. ഇന്ദീവരം എന്നത് ഞങ്ങളുടെ വളരെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞങ്ങൾ ഉണർന്നിരുന്നപ്പോൾ കണ്ട ഒരു സ്വപ്നമായിരുന്നു ഇന്ദീവരം. പിന്നീട് ഞങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാതിരുന്ന ഒരു സ്വപ്നവും കൂടി. രസരാഗ താളലയങ്ങൾ ഈ അരങ്ങിന് അലങ്കാരമാവുന്ന നാളുകളാണ് ഇനി വരാനുള്ളത്. ബാലാരിഷ്ടതകൾ കടന്ന് നവോന്മേഷത്തോടെ ഇന്ദീവരം പ്രയാണം തുടരുന്നു.